പിംപ്രി ചിറ്റ്വാഡിലെ പ്രമുഖ വ്യവസായിയുടെ മകനായ കേതൻ അഗർവാളിനെ പ്രതിശ്രുത വധു സിയ ഗോയലും കാമുകനും ചേർന്ന് മലമുകളിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സിയയ്ക്ക് മറ്റൊരു പ്രണയബന്ധമുള്ള കാര്യം അവളുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നിട്ടും ഈ വിവാഹാലോചനയുമായി അവർ മുന്നോട്ടു പോവുകയായിരുന്നു എന്ന് കേതന്റെ കുടുംബം ആരോപിച്ചു. ജൂൺ 18-നാണ് ട്രക്കിങ്ങിനിടെ ലോഹഗഡ് കോട്ടയിൽ വെച്ച് കേതൻ കൊല്ലപ്പെട്ടത്. സിയയ്ക്ക് ചേതൻ എന്ന യുവാവുമായി പ്രണയമുണ്ടെന്ന കാര്യം അറിഞ്ഞിട്ടും അവളുടെ അമ്മാവനും അമ്മായിയും ഈ വിവാഹത്തിനായി നിർബന്ധം പിടിക്കുകയായിരുന്നു എന്ന് കേതന്റെ മുത്തച്ഛൻ ആരോപിച്ചു. കഴിഞ്ഞ 35 വർഷമായി ഞങ്ങൾക്ക് ആ കുടുംബത്തെ അറിയാം. അവർക്ക് എങ്ങനെ ഞങ്ങളോട് ഇത് ചെയ്യാൻ തോന്നി? സിയയുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും അവളുടെ അമ്മാവനും അമ്മായിയുമാണ് ഈ ബന്ധത്തിന് വേണ്ടി വാശി പിടിച്ചത്, അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നുവെങ്കിൽ സിയയ്ക്ക് ഈ വിവാഹത്തിൽ നിന്ന് നേരിട്ട് പിന്മാറാമായിരുന്നില്ലേ എന്ന് കേതന്റെ പിതാവ് വിശാൽ അഗർവാൾ ചോദിച്ചു. അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നുവെങ്കിൽ അത് തുറന്നു പറയാമായിരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ കല്യാണം വേണ്ടെന്ന് വയ്ക്കുമായിരുന്നു. എന്തിനാണ് അവർ ഇത്രയും ക്രൂരമായ ഒരു ചുവടുവെപ്പ് നടത്തിയത്? 26 വയസ്സുള്ള ഒരു മകനെ കൊലപ്പെടുത്താൻ മാത്രം ക്രൂരമായ ഒരു മാനസികാവസ്ഥ അവർക്ക് എവിടെ നിന്ന് കിട്ടി? ഇത്തരം ക്രൂരമായ ചിന്താഗതികൾ സമൂഹം ഗൗരവമായി കാണണം. അവരുടെ കുടുംബത്തിൽ നിന്നോ അതോ വളർത്തുദോഷം കൊണ്ടോ ആണോ ഈ ചിന്താഗതി ഉണ്ടാകുന്നത് എന്ന് പിതാവ് ചോദിച്ചു. ജൂൺ 18-ന് പ്രതിശ്രുത വധു സിയയും അവളുടെ കാമുകൻ ചേതൻ ചൗധരിയും ചേർന്നാണ് കേതനെ ലോഹഗഡ് കോട്ടയ്ക്ക് മുകളിൽ വെച്ച് വകവരുത്തിയത്. ആദ്യമൊക്കെ ഇതൊരു അപകട മരണമാണെന്ന് തങ്ങൾ കരുതിയിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. എന്നാൽ മൃതദേഹവുമായി പോലീസ് എത്തിയപ്പോൾ സിയയുടെ മുഖത്ത് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് ഒരു സങ്കടവും കണ്ടില്ല. അത് ഞങ്ങളിൽ സംശയമുണ്ടാക്കി. സിയയും ചേതനും കോട്ടയ്ക്ക് മുകളിൽ വെച്ച് കേതനെ എന്തോ ആയുധം കൊണ്ട് തലയ്ക്കടിച്ച ശേഷം താഴേക്ക് തള്ളിയിടുകയായിരുന്നു. റൂറൽ SP സന്ദീപ് സിംഗ് ഹില്ലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വളരെ പെട്ടെന്ന് തന്നെ കേസ് അന്വേഷിച്ച് പ്രതികളെ 2 പേരെയും അറസ്റ്റ് ചെയ്തു, പിതാവ് പറഞ്ഞു. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് കേതന്റെ അമ്മാവൻ വിജയ് അഗർവാൾ ആവശ്യപ്പെട്ടു. കുടുംബത്തിലെ ഏക മകനെയാണ് അവർ ഇല്ലാതാക്കിയത്. കുറ്റവാളികളെ തൂക്കിലേറ്റണമെന്നും ഈ കൊലപാതകത്തിന് പിന്നിൽ സഹായിച്ച മറ്റുള്ളവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. തന്റെ ജന്മദിനത്തിന് തൊട്ട് മുൻപത്തെ ദിവസം ലോഹഗഡ് കോട്ടയിലേക്ക് ട്രക്കിങ്ങിന് പോകണമെന്ന് സിയ നിർബന്ധം പിടിച്ചതിനെ തുടർന്നാണ് കേതൻ അവൾക്കൊപ്പം പോയത്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ കേതൻ കാൽ വഴുതി മലയിടുക്കിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് സിയ ആദ്യം എല്ലാവരെയും അറിയിച്ചത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സിയയും കാമുകനും ചേർന്ന് കേതനെ തള്ളിയിട്ടതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 3 മണിക്കൂർ നീണ്ട വലിയൊരു പരിശ്രമത്തിനൊടുവിലാണ് കേതന്റെ മൃതദേഹം മലയിടുക്കിൽ നിന്ന് പുറത്തെടുത്തത്. പ്രതികളായ സിയയും കാമുകൻ ചേതൻ ചൗധരിയും കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേതന്റെയും സിയയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വരും നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ച് വൻ ആഘോഷമായി ഇവരുടെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഇതിനായി ജയ്പൂരിലെ ഒരു കൊട്ടാരം 17 കോടി രൂപയ്ക്ക് ബുക്ക് ചെയ്യുകയും അതിഥികളെ എത്തിക്കുന്നതിനായി 2 സ്വകാര്യ വിമാനങ്ങൾ വരെ ക്രമീകരിക്കുകയും ചെയ്തു. ഇതിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇരു കുടുംബങ്ങളെയും കണ്ണീരിലാഴ്ത്തിയ ഈ അതിക്രൂരമായ കൊലപാതകം നടന്നത്.